നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് മഴ. നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലും മികച്ച വേനൽ മഴ. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടായിരിക്കാം കാരണമെന്ന് പ്രാഥമിക നിഗമനം. നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. വടക്കേ മലബാറിലെ ഹൗസ് ബോട്ട് വിനോദസഞ്ചാര മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ യാർഡും ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായനക്കളരി. മഞ്ചേശ്വരം താലൂക്ക് തല പരിശീലനം നടന്നു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞ് നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശം. വാർത്തകൾ വിശദമായി. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് മഴ. ബുധനാഴ്ച വൈകുന്നേരം കാസർഗോഡ് നഗരത്തിൽ ഉൾപ്പെടെ പെയ്ത മഴ 1 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലും നല്ല രീതിയിൽ വേനൽ മഴ ലഭിച്ചു. കടുത്ത വേനലിൽ ചൂടുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടവേ ആശ്വാസം പകർന്ന് കാസർഗോഡ് നഗരത്തിലുൾപ്പെടെ പലയിടത്തും മഴ ലഭിച്ചു. കാസർഗോഡ്, ഉളിയത്തടുക്ക, മധൂർ എന്നീ പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിൽ വേനൽ മഴ ലഭിച്ചു. കാസർഗോഡ് നഗരത്തിൽ 1 മണിക്കൂറിലേറെ മഴ നീണ്ടുനിന്നു. ചില പ്രദേശങ്ങളിൽ ഇതിൽ കൂടുതലായും മഴ ലഭിച്ചു. ജില്ലയുടെ മലയോര മേഖലയിലും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു. ജില്ലയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും മേഘാവൃതമായി തുടരുന്നത് മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ 2 മാസത്തിലേറെയായി മഴ ലഭിച്ചിരുന്നില്ല. ചുട്ടുപൊള്ളുന്ന വേനലിന് ഏറെ ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ പല പ്രദേശങ്ങളും വരൾച്ചയിലേക്ക് നീങ്ങുവാൻ തുടങ്ങവേ വേനൽ മഴ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. നീലേശ്വരം സ്വദേശി മുഹമ്മദ് നെടുങ്കണ്ടയുടെ കാറാണ് കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടായിരിക്കാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊവ്വൽപ്പള്ളിയിൽ ഹോട്ടൽ നടത്തുന്ന നീലേശ്വരം സ്വദേശി മുഹമ്മദ് നെടുങ്കണ്ടയുടെ കാറാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് കാറിൽ തീ പടർന്നത്. കത്തുന്ന ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുഹമ്മദ് കാർ റോഡരികിലേക്ക് മാറ്റി നിർത്തിയ ശേഷം കാറിൽ നിന്നിറങ്ങിയിരുന്നു. തൊട്ടു പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തി. ഷോർട്ട് സർക്യൂട്ടായിരിക്കാം കാരണമെന്നാണ് പ്രാഥമിക അനുമാനം. അരമണിക്കൂറോളം സംസ്ഥാന പാത വഴി ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായനക്കളരിയുടെ മഞ്ചേശ്വരം താലൂക്ക് തല പരിശീലനം അട്ടഗോളി ലൈബ്രറിയിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മധ്യവേനലവധിക്കാലത്ത് കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ കണ്ടെത്താനും അവയെ പരിപോഷിപ്പിക്കാനും വേണ്ടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായനക്കളരിയുടെ മഞ്ചേശ്വരം താലൂക്ക് തല പരിശീലനം അട്ടഗോളി ലൈബ്രറിയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് V. അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PK അഹമ്മദ് ഹുസൈൻ ആമുഖ പ്രഭാഷണം നടത്തി. EK സുനിൽകുമാർ, ബഷീർ, ജയൻ കാടകം എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി.
താലൂക്ക് സെക്രട്ടറി ഡി കമലാക്ഷ സ്വാഗതവും ശ്രീകുമാരി ടീച്ചർ നന്ദിയും പറഞ്ഞു. താലൂക്കിലെ 52 വായനാശാലകളിൽ നിന്നുള്ള കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ പദ്ധതികളിൽ 96 ലക്ഷം രൂപ ചിലവിൽ ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിനായി നിർമ്മിച്ച 6 ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന കെട്ടിടോദ്ഘാടനവും സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷവും ഏപ്രിൽ 12-ന് നടക്കും. രാവിലെ 11 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചന്ദേര ഗവൺമെന്റ് സ്കൂളിനായി കാസർഗോഡ് വികസന പാക്കേജിൽ 66 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച 4 ക്ലാസ് മുറികളും M രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ 28 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 ക്ലാസ് മുറികളും ഉൾക്കൊള്ളുന്നതാണ് പുതുതായി പണിത കെട്ടിടം. സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടക്കും. ഏപ്രിൽ 12-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക സന്ധ്യയിൽ യാത്രയയപ്പും നടക്കും. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 12-ന് രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ നിർവഹിക്കുകയാണ്. തൃക്കരിപ്പൂർ MLA ശ്രീ M രാജഗോപാലൻ അവർ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ ശ്രീമതി ശൈലി നാരായണ പിള്ള, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ LSTD എഞ്ചിനീയറിംഗ് വിഭാഗം, ശ്രീ സജിത്ത് M AXC പൊതുമരാമത്ത് കെട്ടിട വിഭാഗം കാസർഗോഡ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ചന്ദേര സ്കൂൾ പ്രധാനാധ്യാപകൻ MV ചന്ദ്രൻ, PTA പ്രസിഡന്റ് C പ്രദീപൻ, VV നാരായണൻ, R വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപ്പാദന ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിയ കിസാൻ മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. കർഷകർ ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഇനങ്ങളാണ് കിസാൻ മേളയിൽ വിപണനത്തിനായി എത്തിയത്. അതോടൊപ്പം കേരള ബ്രാൻഡഡ്, നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ, പിലിക്കോട് കാർഷിക കർമ്മസേന, കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളുമുണ്ട്. ജൈവ കൃഷിയിൽ വിളവെടുത്ത വെള്ളരി, മില്ലറ്റുകളുടെ ഡ്രൈ മിക്സ്, പുട്ടുപൊടികളിൽ ചെറുപയർ, ക്യാരറ്റ്, നിലക്കടല എന്നിവയും, തേൻ, നെയ്യ്, വെല്ലം, വിവിധ ഇനം അച്ചാറുകൾ, കാരയപ്പം, ശർക്കര വരട്ടി, ചിപ്സുകൾ, ചെറുനാരങ്ങ സ്ക്വാഷ്, ജിഞ്ചർ കാപ്പി തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ വിറ്റഴിഞ്ഞു. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് കിസാൻ മേള സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന കിസാൻ മേള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KN ജ്യോതികുമാരി ആദ്യ വിൽപ്പന നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി, നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A റജീന, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗം E ശശിധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജൈവ സസ്യ സംരക്ഷണ മാർഗം എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത ക്ലാസ് എടുത്തു. ജൈവ കർഷകൻ സുരേഷ് കല്ലത്ത് കൃഷി അനുഭവം പങ്കുവച്ചു. നീലേശ്വരം അഗ്രോ സർവീസ് സെന്ററിന്റെ സേവനങ്ങൾ സെന്റർ പ്രസിഡന്റ് TV തങ്കമണി വിശദീകരിച്ചു. 3 ദിവസങ്ങളിലായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രദർശന വിപണനമേള നടക്കും. ഉറുമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞ് നിരവധി വീടുകൾ തകരുകയും കേടുപാടുകൾ വരികയും കൃഷിനാശവും ഉണ്ടായി. കക്കുന്നത്തെ കിഴക്കൻ കമലാക്ഷിയുടെ വീടിന് മുകളിൽ കവുങ്ങ് മറിഞ്ഞു വീണ് മേൽക്കൂര തകർന്നു. ബുധനാഴ്ച രാത്രി 8ഓടെ വീശിയടിച്ച കാറ്റിലാണ് മരം മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണത്. കമലാക്ഷിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ വീട്ടുകാർ അടുക്കള ഭാഗത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് സംഭവം. വീടിന്റെ ഹാളിലേക്ക് ഓടും മരങ്ങളും തകർന്നു വീണു. ഭാഗ്യം കൊണ്ടാണ് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 8 മണിക്ക് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിക്കുന്നാ വിചാരിച്ചിന്. അപ്പോഴത്തേക്ക് ആളിലെല്ലാം പൊട്ടി കങ്ങ് വീണിട്ടെല്ലാം ഉള്ളിലെല്ലാം വെള്ളം കയറി ഓടെല്ലാം പോയി. അമ്മ കുഞ്ഞോളും അമ്മയെല്ലാം അടുക്കള ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടിന്.
കക്കുന്നത്തെ ക്ഷീരകർഷക കീനേരി ശാന്തയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ തെങ്ങ് മുറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ശാന്തയും മക്കളും വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ റൂഫിംഗ് ഷീറ്റും പൈപ്പുകളും ഓടുകളും തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശവുമുണ്ടായി. വൾവക്കാട്ടെ വ്യാപാരിയും കർഷകനുമായ സപ്ന ലത്തീഫിന്റെ പച്ചക്കറി ഇനങ്ങളും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളും കാറ്റിൽ നശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡിനും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പ്രൗഢി. ബോച്ചെ, അമലാപോൾ, ഡോളി ചായ്വാല, മോളി കണ്ണമാലി എന്നിവരുടെ താരപ്രഭ കൊണ്ട് സമ്പന്നമായ ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡിന്റെ ഉത്സവമായി മാറി. സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന 2 ഗ്രാമിന്റെ ആഭരണങ്ങൾ മുതൽ 4.5 കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടന പരിപാടി ബോച്ചി, അമലാപോൾ, ഡോളി ചായ്വാല, മോളി കണ്ണമാലി എന്നിവരുടെ താരപ്രഭയിൽ കാസർഗോഡിന്റെ ഉത്സവമായി മാറി. രാവിലെ മുതൽ തന്നെ താരങ്ങളെ കാത്ത് നിരവധി പേരാണ് ഷോറൂമിന് മുന്നിലെത്തിയത്. ബോച്ചയെയും ഡോളി ചായ്വാലയെയും അമലാപോളിനെയും കാസർഗോഡ് ആരവങ്ങളോടെ വരവേറ്റു. കാസർഗോഡൻ സ്ലാങ്ങിൽ സംസാരിച്ച് കയ്യടി നേടിയ അമലാപോൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനായതിന്റെ സന്തോഷം പങ്കുവച്ചു. ഈ ജ്വല്ലേഴ്സിന് എല്ലാ ജ്വല്ലേഴ്സിനേക്കാൾ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിമിഷനേരം കൊണ്ട് ചായയുണ്ടാക്കി ഡോളി ചായ്വാല കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. ബോച്ചയും അമലാപോളും പാട്ടിനൊത്ത് ചുവടുവെച്ചത് ആവേശക്കാഴ്ചയായി. ഉദ്ഘാടന പരിപാടിക്കെത്തിയവർക്ക് ബോച്ചെ ടീ പാക്കറ്റുകളും താരങ്ങൾ നൽകി. ചടങ്ങിൽ നടി മോളി കണ്ണമാലിയെ 5 ലക്ഷം രൂപ നൽകി ബോബി ചെമ്മണ്ണൂർ ആദരിച്ചു. നിറകണ്ണുകളോടെയാണ് മോളി കണ്ണമാലി സഹായം സ്വീകരിച്ചത്. കാസർകോട്ടെ നിർധനരായ രോഗികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് ആഹ്ലാദം അലതല്ലിയ അന്തരീക്ഷത്തിൽ നടി അമലാപോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന 2 ഗ്രാമിന്റെ ആഭരണങ്ങൾ മുതൽ 4.5 കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 50% ഇളവുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി പണമടച്ച് സ്കീം വഴി ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്ക് 101 പവൻ വരെ സ്വർണം കടമായി വാങ്ങാവുന്ന പുതിയ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന കളക്ഷൻ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലൂടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങാനുള്ള അവസരം നമുക്ക് തുടങ്ങിയിരിക്കുകയാണ്. അത് 101 പവൻ വരെ വിവാഹാവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കടമായിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഇരിക്കുകയാണ്. ആദ്യമൊക്കെ 3 പവൻ വരെ കൊടുത്തിരുന്നുള്ളൂ. ഇപ്പം 101 പവൻ വരെ സ്വർണ്ണാഭരണം കടം കൊടുക്കും. അതിന് നിങ്ങൾക്ക് എല്ലാ ജ്വല്ലറി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാം. സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. എന്നെ നെല്ലിക്കുന്ന് MLA, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ കൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ ശ്രീലത, ലളിതായം, ബോബി ചെമ്മണ്ണൂർ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ CP അനിൽ, ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് കരീം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് PRO MJ ജോജി എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും തിരഞ്ഞെടുത്ത 5 പേർക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി.
ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ വിവിധ ഓഫറുകളും സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടക്കേ മലബാറിലെ ഹൗസ് ബോട്ട് വിനോദസഞ്ചാര മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ യാർഡും തദ്ദേശീയരായ ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഏറെ പ്രതീക്ഷകളോടെ ബോട്ടിറക്കിയ സംരംഭകർ വിവിധ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകേണ്ട അവസ്ഥയിലാണ്. 2020 2 ബോട്ടുകളുമായി BRDC-യാണ് നീലേശ്വരം കൊട്ടപ്പുറത്ത് ഹൗസ് ബോട്ട് ടൂറിസത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ലക്ഷങ്ങൾ മുടക്കി ഹൗസ് ബോട്ടുകൾ കോട്ടപ്പുറത്ത് ഇറക്കുവാൻ തുടങ്ങി. ഇന്ന് 30 വഞ്ചി വീടുകൾ ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കുവാനായി ഇവിടെയുണ്ട്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹൗസ് ബോട്ടുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. എന്നാൽ ഏറെ പ്രതീക്ഷകളോടെ ബോട്ടിറക്കിയ സംരംഭകർ വിവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകുവാൻ പറ്റാതെ കടുത്ത നിരാശയിലാണ്. ഹൗസ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള സർക്കാർ അംഗീകൃത ഡോക്കിംഗ് യാർഡ് ജില്ലയിലില്ലാത്തതും യോഗ്യരായ ഹൗസ് ബോട്ട് ഡ്രൈവർമാരെ ലഭിക്കാത്തതും അവർക്ക് പരിശീലനം നൽകുന്ന അംഗീകൃത കേന്ദ്രം സ്ഥാപിക്കാത്തതും നീലേശ്വരത്ത് ബോട്ടിറക്കിയ സംരംഭകരെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൂറിസ്റ്റുകളെ ഒരു ഹൗസ് ബോട്ട് ഹബ്ബാണ് കോട്ടപ്പുറം നീലേശ്വരം. ഞങ്ങളിപ്പോൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം യാർഡിൻ്റെ തന്നെയാണ്. നമ്മളിവിടെ ഒരു യാർഡ് ഉണ്ടായിരുന്നു പടന്ന പഞ്ചായത്തിൽ ഓരി എന്ന പ്രദേശത്ത്. അത് പാർട്ട്മാർ തമ്മിലുള്ള ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ലൈസൻസ് ക്യാൻസൽ ആയിരിക്കും. നമുക്കിപ്പോൾ വർഷത്തിൽ ഡോക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാർഡിലേക്ക് ബോട്ട് കൊണ്ടുപോകണം. അതിപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് വെച്ചാൽ അഴീക്കൽ തുറമുഖത്തേക്ക് കൊണ്ടുപോകണം. അത് പോകണമെങ്കിൽ ഞങ്ങൾക്ക് കടൽ മാർഗം മാത്രമേ പോകാൻ പറ്റൂ. അത് വലിയൊരു റിസ്ക്കാണ്. മാത്രമല്ല ഭാരിച്ച ചിലവും കൂടുന്നു അതിലേക്ക്. അപ്പം ഇത് ഞങ്ങളിപ്പം നേരിടുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, ജനപ്രതിനിധികളുടെ മുമ്പിൽ, DTPC ആയാലും ടൂറിസത്തിന് മുമ്പിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ വേണ്ടുന്ന നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതുവരെ അതിൻ്റെ ഒരു മുമ്പോട്ടുള്ള ആ ഒരു യാത്രയിലേക്ക് എത്തിയിട്ടില്ല. വിനോദസഞ്ചാരം മുന്നിൽ കണ്ട് നീലേശ്വരം പുഴയിൽ ഹൗസ് ബോട്ട് ഇറക്കിയവരിൽ ഭൂരിഭാഗവും പ്രദേശത്തെ അച്ചാന്തുരുത്തി ദ്വീപിൽ നിന്നുള്ളവരാണ്. വന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മികച്ച ശൗചാലയം, വിശ്രമ മുറികൾ എന്നിവ ഇല്ലാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ്. മാലിന്യ സംസ്കരണ കേന്ദ്രമില്ലാത്തതും കുടിവെള്ളമില്ലാത്തതുമുൾപ്പെടെ മറ്റു പ്രധാന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏറെ പ്രതീക്ഷകളോടെ ബോട്ടിറക്കിയ സംരംഭകർക്ക് അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം. മൂഷിക രാജ്യത്തെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതിക്കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാവിശേഷമാണ് പൂരക്കളി. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഏതു പ്രായത്തിലുള്ളവരും പൂരക്കളിയിൽ പങ്കെടുക്കാറുണ്ട്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ. കത്തിച്ചുവെച്ച വിളക്കിന് ചുറ്റുമാണ് പൂരക്കളി നടത്തുന്നത്. സംഘത്തലവനായ പണിക്കർ പാടുന്ന വരികൾ ബാക്കി പൂരക്കളിക്കാർ ഏറ്റുപാടും. ഇതല്ലാതെ മറ്റ് അകമ്പടി പാട്ടുകാരോ വാദ്യക്കാരോ ഉണ്ടായിരിക്കില്ല. കളരിപ്പയറ്റിലെ ചുവടുകളോടുള്ള സാമ്യമുള്ള പൂരക്കളി ദീർഘകാലത്തെ പരിശീലനത്തിലൂടെയാണ് സ്വായത്തമാക്കുന്നത്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. അടോട്ട് പഴയ സ്ഥാനത്തെ പ്രതിനിധീകരിച്ച് രാജേഷ് പണിക്കർ അണ്ടോളും, കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് പവിത്രൻ പണിക്കർ പിലിക്കോടും മറത്തുകളിയിൽ ഇരു പൂരക്കളി സംഘങ്ങളെയും നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിൻ്റെയും വിഷ്ണുമൂർത്തി വയൽക്കോല മഹോത്സവത്തിൻ്റെയും ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി. തണ്ണോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ബാലികമാരും വനിതകളും അമ്മമാരും അടങ്ങിയ 100-ൽ പരം ആളുകൾ മെഗാ തിരുവാതിരയിൽ അരങ്ങിലെത്തി. തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെയും വിഷ്ണുമൂർത്തി വയൽക്കോല മഹോത്സവത്തിന്റെയും ഭാഗമായാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. തണ്ണോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ബാലികമാരും വനിതകളും അമ്മമാരും അടങ്ങിയ 101 ആളുകൾ മെഗാ തിരുവാതിരയിൽ ചുവടുവെച്ചു. മെഗാ തിരുവാതിരയ്ക്ക് ബിജി മനോജ് തച്ചങ്ങാടാണ് പരിശീലനം നൽകിയത്. മെഗാ തിരുവാതിരയ്ക്ക് ശേഷം തിരുവാതിര പരിശീലിപ്പിച്ച പരിശീലകയെയും മറ്റുള്ളവരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ തിടമ്പ് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. 30 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് കേക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ ഏറ്റവും ബുദ്ധിയുള്ള അപ്പോൾ ബൈപ്പുറത്ത് നമ്മുടെ ഈ രണ്ടുപേരും പർഫെക്റ്റുള്ളവരാണ്. മാത്തമാറ്റിക്സാണ് രണ്ടാമത് നമ്മുടെ കോമ്പറ്റീഷൻ. മാത്തമാറ്റിക്സിലെ ഒരു അധ്യാപകനാണ് ഒരു കൽവി ബുദ്ധിജീവിതമാണ്. അത് ബൈപ്പുറത്ത് തന്നെ കിട്ടുള്ളൂ. അത് നമ്മുടെ ശാസ്ത്രത്തിൽ മാറ്റം. ശരീരം അവസാനം പോകുമ്പോൾ അത് പഠിപ്പിക്കാനല്ല, സബ്ജക്റ്റ് കുട്ടികൾ വിദ്യാർത്ഥികളുടെ മാറ്റം ഇല്ലല്ലോ. ഇത് മാത്തമാറ്റിക്സിലല്ല, മാറ്റം അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. പക്ഷെ അപ്പോഴും നല്ല ബ്രെയിനിലുള്ള എൻ്റെ ബുദ്ധിയിലുള്ള എൻ്റെ മാത്തമാറ്റിക്സ് അറിയില്ല. അത് പരിഗണനയുള്ളതാണ്. അത് അദ്ദേഹം നന്നായി മാത്തമാറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെതായ സംവിധാനങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് അധ്യാപകന്മാർക്ക് ആവശ്യമായ പരിശീലന കാര്യങ്ങൾ അവർക്ക് അധ്യാപകർ. വൈസ് പ്രിൻസിപ്പൽ വിനോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജെർമിന KA പുസ്തക പ്രകാശനം നിർവഹിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, 10ാം വാർഡ് മെമ്പർ റീജ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ T വിനയൻ, VV സുകുമാരൻ, ഡോക്ടർ മകേഷ് KG, നീനു സുരേഷ്, കൃഷ്ണകുമാർ PP എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് K മറുപടി പ്രസംഗം നടത്തി. PTA വൈസ് പ്രസിഡന്റ് K വേണുഗോപാലൻ സ്വാഗതവും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശാലത്തടുക ശ്രീ വിഘ്നേശ്വര ഭജന മണ്ഡലത്തിന്റെ 45ാം വാർഷികോത്സവം നടന്നു. വിവിധ ധാർമ്മിക പരിപാടികളിൽ പങ്കെടുക്കുവാനും കലാ സാംസ്കാരിക പരിപാടികൾ വീക്ഷിക്കുവാനും നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് എത്തിയത്. ശാലത്തടുക്ക ശ്രീ വിഘ്നേശ്വര ഭജന മന്ദിരത്തിന്റെ 45ാമത് വാർഷികോത്സവം ഭക്തി നിർഭരമായി. ബുധനാഴ്ച ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. മന്ദിരത്തിന്റെ ഉപകെട്ടിടോദ്ഘാടനം ധാർമ്മിക പ്രവർത്തകൻ ഗോപാലകൃഷ്ണ പൈ ബദിയടുക്ക നിർവഹിച്ചു. തുടർന്ന് ധാർമ്മിക യോഗവും നടന്നു. രവീശതന്ത്രി കുണ്ടാർ ധാർമ്മിക പ്രഭാഷണം നടത്തി. ഉള്ളോടി കൊറകത്തനിയ സന്നിധി ധർമ്മദർശി ഗണേശ ഉള്ളോടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉച്ചയ്ക്ക് അന്നപ്രസാദ വിതരണം, തുടർന്ന് ശാലത്തടുക്ക വിഘ്നേശ്വര ഭജന സംഘം അവതരിപ്പിച്ച നൃത്ത ഭജന എന്നിവ നടന്നു. തുടർന്ന് വിവിധ ഭജന സംഘങ്ങളുടെ ഭജന, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവയും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പ്രാദേശിക പ്രതിഭകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ കാണികളെ ആവേശത്തിലാക്കി. തുടർന്ന് നടന്ന നൃത്യാഞ്ജലി നൃത്ത പരിപാടിയും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോട്ട് മഴ. നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളിലും മികച്ച വേനൽ മഴ. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടായിരിക്കാം കാരണമെന്ന് പ്രാഥമിക നിഗമനം. നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ മേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു.
വടക്കേ മലബാറിലെ ഹൗസ് ബോട്ട് വിനോദസഞ്ചാര മേഖല നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ യാർഡും ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആവിഷ്കരിച്ച വായനക്കളരി. മഞ്ചേശ്വരം താലൂക്ക് തല പരിശീലനം നടന്നു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.